പോപ്പുലർ ഫ്രണ്ടാണ് ഇവരെ കൊണ്ട് വഴക്കിടിച്ചത് എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ വാസ്തവത്തിൽ. അതെ, അത് സഭയിലെ തന്നെ കുറേ അച്ഛന്മാരൊക്കെ കൂടെ അത് ഡൗൺ പ്ലേ ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ, വെരി സീരിയസ് ഇഷ്യൂ. കാരണം പോപ്പുലർ ഫ്രണ്ട് മറ്റ് സമുദായങ്ങളിലേക്കൊന്നും കയറിയിട്ടില്ല. ഈഴവരുടെ ഇടയ്ക്ക് കയറിയിട്ടില്ല, കയറാൻ പറ്റില്ല. NSSൽ കയറിയിട്ടില്ല, കയറാൻ പറ്റില്ല. പിന്നെ ജാതിയില്ലാത്ത ഹിന്ദു കൂട്ടായ്മയായ RSSൽ കയറാൻ പറ്റില്ല. പക്ഷെ കയറാൻ പറ്റിയത് അവർക്ക് ക്രൈസ്തവ സമുദായത്തിലാണ്. ബട്ട് ക്രിസ്ത്യാനിയല്ല അവർ മതം മാറിയിട്ടൊന്നുമില്ല. ബട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഫോഴ്സസ് സഭയുടെ നേതൃത്വത്തിലുണ്ട്. ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ കൈവെട്ടപ്പെട്ട ജോസഫ് മാഷിനെ പിരിച്ചുവിട്ട യോഗ്യന്മാരാണ് സഭയിലുള്ളത്. അത് ഇസ്ലാമുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. അപ്പം ഇതിലെ സഭയിലെ ഒരു സെക്ഷൻ എപ്പോഴും പ്രോ ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് അവരുടെ സിനഡ് കൂടി പ്രമേയം പാസ്സാക്കിയാൽ അടുത്ത മണിക്കൂറിൽ പോൾ തേലക്കാട്ട് ഇറങ്ങിയിട്ട് അത് ശരിയല്ല എന്നിട്ട് സഭാ സിനഡ് കൂടിയിട്ട് പാസ്സാക്കിയ പ്രമേയമാണ്. പോൾ തേലക്കാട്ടിന് സിനഡിലും ഇല്ല, ഒന്നുമില്ല, ഒരു സ്ഥാനവുമില്ല. കത്തോലിക്ക സഭയുടെ മുൻ വക്താവാണ് പോൾ തേലക്കാട്ട്. പക്ഷേ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന നിമിഷം ചാനലുകൾ ക്യാമറയുമായിട്ട് ഓടി തേലക്കാട്ട് അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛോ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ ഇതാണ് മുസ്ലിം വിധേയത്വം. അങ്ങനെ വിധേയത്വമുള്ള കുറേ അധികം പേര് സഭയിലുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ പേര് പറയാത്തത് അവരൊന്നും എൻ്റെ സുഹൃത്തുക്കളല്ല. തേലക്കാട്ടച്ഛൻ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് പേര് പറഞ്ഞു. കാരണം ഞാനിത് പേര് പറയുമെന്ന് അങ്ങർക്കറിയാം. അതുകൊണ്ട് ഞങ്ങളത് പ്രശ്നമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.